മലയാള സിനിമയിൽ ഹീറോ ആയും വില്ലനായും ഒരുപാട് ക്യാരക്ടർ റോൾസിലൊക്കെ വന്നിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നടൻ ദേവൻ, അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. സാറിൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമ ഫീൽഡിലുള്ള ഒരുപാട് ആളുകളുള്ള ഫാമിലിയാണ്. ഇപ്പോൾ ദാ സാറിൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാൾ കൂടെ ഈ സിനിമാ ലോകത്തേക്ക് വരികയാണ്, മാധവ് സുന്ദർ, സാറിൻ്റെ അനിയൻ്റെ മകൻ്റെ മകൻ അല്ലേ? അപ്പോൾ മാധവ് ഇപ്പോൾ പുതുതായിട്ട്, മാധവ് ഓൾറെഡി സിംഗർ എന്ന് തന്നെ ആയിരിക്കും, പക്ഷേ ഈ ഒരു അരങ്ങേറ്റം എന്നുള്ള രീതിയിൽ മാധവ് ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. സാർ കരുതൽ ആൽബം കണ്ടിരുന്നോ? ആൽബം ഞാൻ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നതിനകത്ത്. കരുതൽ എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ഈ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ മാതിരിയുള്ള ജനറേഷൻസ് അല്ലല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്, എക്സ്പോഷർ കൂടുതലാണ്. അപ്പോൾ വഴിതെറ്റാൻ വളരെ ഈസിയാണ്. അപ്പോൾ പണ്ടൊക്കെ നമുക്കാണെങ്കിൽ വഴിതെറ്റാനായിട്ടുള്ള ഒരു വഴി നമുക്കില്ല. ഇവിടെ വഴിതെറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ തന്നെ വഴി തുറന്നു വിട്ടു കൊടുക്കുന്ന ഒരുപാട് വഴികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപകടസ്ഥിതിയുടെ ആ ഒരു ഇതിവൃത്തത്തെ പറ്റി നിങ്ങൾ ഒരു ഷോർട്ട് ഫിലിം എടുത്തിരിക്കുന്നു. അതൊരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമാണ്. അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. നല്ല രീതിയിൽ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ടെക്നിക്കൽ സൈഡും അതുപോലെ പിന്നെ അതിനകത്ത് പാടിയിട്ടുള്ളത് മാധവ് സുന്ദർ. അത് എൻ്റെ നെവ്യൂൻ്റെ മകനാണ്, ഗോപി സുന്ദറിൻ്റെ മകനാണത്. ഗോപി സുന്ദർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാറിയ ഒരാളാണ്. ഞാനൊരു 15-ാമത്തെ വയസ്സിൽ ആണ് മൂപ്പരുടെ അത് ഔസേപ്പച്ചനാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. അപ്പോൾ അന്ന് മുതലേ ഔസേപ്പച്ചൻ പറയായിരുന്നു, ഒരു ടാലൻറ്റിൻ്റെ ഒരു ഭണ്ഡാരമാണ് ഈ ഗോപി സുന്ദർ എന്ന് പറയാനുള്ളത്. കാരണം അത്രയും ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നീ അവനെ ഇവിടെ വിട്ടിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഗോപി സുന്ദറിനെ കൊണ്ടുപോയി ഔസേപ്പച്ചൻ്റെ വീട്ടിൽ, ചെന്നൈയിൽ വീട്ടിൽ ചെന്നപ്പോൾ ഔസേപ്പച്ചൻ പറഞ്ഞതാണ്, ഒരു നോട്ട് ഇട്ട് കൊടുത്തു ആദ്യം. അപ്പോൾ ആ നോട്ട് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗോപി സുന്ദർ ആ നോട്ട് വായിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു, ദേവാ നീ വിട്ടോ, ഇവനോട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ആദ്യം ഇത് വന്നത്. ഫസ്റ്റ് മീറ്റിൽ തന്നെ നമുക്കൊരു പിടിച്ചു. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയതുകൊണ്ടാണല്ലോ. കാരണം ഔസേപ്പച്ചനെ പോലെയുള്ള ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് ഒരുപാട് ഡെപ്തുള്ള ഒരു സംവിധാനമാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത്രയുണ്ട്. അങ്ങനെ വയ്ക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് പെട്ടെന്നത് ആ നോട്ട് കേട്ടോടുകൂടി തന്നെ അദ്ദേഹത്തിന് നീ ഇവിടെ നിന്നോട്ടെ എന്ന് പറയത്തക്ക വിധത്തിലൊരു ധൈര്യം ഉണ്ടായല്ലോ. ആ ധൈര്യമാണ് പിന്നീട് ഗോപി സുന്ദർ എന്ന ഒരു വലിയ ഹൈലി ടാലൻറ്റഡ് മ്യൂസിക് ഡയറക്ടറെ ഇന്ത്യക്ക് കിട്ടിയത്. ഐ വിൽ യൂസ് ഇന്ത്യയിൽ തന്നെ വളരെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ, കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണം ഈ ഗോപി സുന്ദറിൻ്റെ ഈ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത അടക്കവും ഒതുക്കവുമുള്ള ഒരു സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ. വെറുതെ ഈ ശബ്ദം ഉണ്ടാക്കലല്ല മ്യൂസിക്. എന്ന് വെച്ചാൽ ശബ്ദം ഉണ്ടാക്കലല്ല സംഗീതം. ആ സംഗീതത്തിൻ്റെ അവരോഹണങ്ങളുണ്ട്. അതിൻ്റെ സൈലൻസിന് വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഇത്ര ചെറുപ്പത്തിലെ അതിൻ്റെ ഒരു വഴിക്ക് ഗോപി സുന്ദർ പോയിരിക്കുന്നു. അത് ഇന്ത്യയിൽ എണ്ണപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് മാറിയിരിക്കുന്നു. ആ മ്യൂസിക് ഡയറക്ടറുടെ മകനാണ് ഇന്നിപ്പോൾ മാധവ് സുന്ദർ വന്നിരിക്കുന്നത്. അതിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗോപി സുന്ദറിൻ്റെ ഗുരു തന്നെയാണ് മാധവിൻ്റെയും ഗുരു എന്നുള്ളത് വലിയൊരു ഒരു ഐറണിയാണത്. അപ്പോൾ അത് എപ്പോഴും ഇതുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അതിൻ്റെ പ്രമേയത്തിലും അതിൻ്റെ എക്സിക്യൂഷനിലൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോങ്ങും വളരെ നന്നായിട്ടുണ്ട്. ഔസേപ്പച്ചൻ എൻ്റെ ആ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഇപ്പോഴത്തെ ജനറേഷനെ ആസ്വദിക്കത്തക്ക വിധത്തിലുള്ള ഒരു മ്യൂസിക് സംവിധാനമാണ് ഇപ്പോൾ ചെയ്തത്. റാപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് വളരെ ഇഫക്റ്റീവായിട്ട് നന്നായിട്ട് റീച്ച് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു അറ്റംപ്റ്റാണത്. അത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ മാധവും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതും മറ്റൊരു ഗോപി സുന്ദറായിട്ട് മാറട്ടെ. കരിയർ എന്തായാലും സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ. ഇത് ഇനി ഒരുപാട് വളരട്ടെ എന്ന് ആശംസിക്കാം അല്ലേ?
ഇപ്പോൾ സാറിനെ നേരിട്ട് കണ്ട സമയത്ത് ചോദിക്കാതിരിക്കാൻ വയ്യ. നമ്മൾ സാധാരണ പ്രായത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയും മമ്മൂക്ക ഇത്രയും പ്രായമായിട്ടും നല്ല ഈ യൂത്താണ് ഇപ്പോഴും എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് സാറിൻ്റെയും കാര്യം. ഇപ്പോൾ 70+ ഇയേഴ്സ് ആയെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, സാർ ഒരു ഇരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ പറയില്ല 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട്. അതിനെന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ ഇങ്ങനെ ഈ ഒരു യുവത്വം തുളുമ്പുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ പോകാനായിട്ട്? അത് വലിയ സീക്രട്ട് ഉണ്ട്. അതിൽ സീക്രട്ട് പറയാൻ പാടില്ലല്ലോ. സീക്രട്ട് ആയിട്ടിരിക്കട്ടെ അല്ലേ? ലൈഫ് സ്റ്റൈലിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ഞാൻ കണ്ടീഷനാണ്, അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ അതിൻ്റെ ഒരു ഒന്നും ചെയ്യാറില്ല. ഞാൻ നോർമലായിട്ട് അന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഇന്നും കഴിക്കും. അതിനൊരു കൺട്രോളില്ല, ടെൻഷനൊന്നും എടുക്കാറില്ല. നല്ല ലൈറ്റ് ആയിട്ടുള്ള ലൈഫ് നയിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും സാറിൻ്റെയും കരിയർ ഇനിയും ഒരുപാട് സിനിമകളും നല്ല നല്ല ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഈ ഒരു സമയം നമുക്കായിട്ട് സ്പെൻഡ് ചെയ്തതിൽ. സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും കരുതൽ ആൽബം കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കരുതൽ. നമ്മുടെ അഡോളസൻസ് ഏജിലുള്ള കുട്ടികൾക്കുള്ള ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പെട്ടുപോയാൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള ആൽബമാണ്. മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ചാനലിലാണ്. ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത് ശ്രീ റഫീഖ് അഹമ്മദ് സാറും അതുപോലെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഔസേപ്പൻ സാറും. ഇത് പാടിയിരിക്കുന്നത് മാധവ് സുന്ദറുമാണ്. അപ്പോൾ കാണാത്തവരെല്ലാവരും തീർച്ചയായിട്ടും കാണുക. Green Life Art Hub between Kottapuram Shiva Temple and Vaidudi Bhavan, Thrissur. Call 8129715520.